റേബീസ് വന്നു കഴിഞ്ഞാൽ 100% മരണപ്പെടും. 100%. ഹായ് എവരിവൺ, ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എമർജൻസിയിൽ 1 മന്ത് ബാക്ക് ഒരു 16 വയസ്സുള്ള കുട്ടി ലെഫ്റ്റ് സൈഡ് ലോവർ ലിംബ് വീക്ക്നെസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 days ആയിട്ട് ചെറിയ പനിയും ഒരു സൈഡ് വീക്ക്നെസ് എന്നാണ് അവർ പറഞ്ഞത്. ചെറിയൊരു ടാക്കിക്കാർഡിയ ഫീവർ ഉള്ളതുകൊണ്ടുണ്ട്. ബാക്കിയെല്ലാം ഹിമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ്. ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ ലോവർ ലിംബിൽ ബൈലാറ്ററൽ വീക്ക്നെസ് ഉണ്ട്, പക്ഷേ ലെഫ്റ്റ് ലോവർ ലിംബിലാണ് കുറച്ച് കൂടുതൽ വീക്ക്നെസ് ഉള്ളത്. ഞങ്ങളുടെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ മെയിനായിട്ട് ഒന്നുകിൽ ഗുള്ളിയൻ-ബെറേ സിൻഡ്രോം, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, അല്ലെങ്കിൽ അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ അടുത്ത് ഡോഗ് ബൈറ്റിന്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫർദർ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് എന്തായാലും ഒരു ലംബാർ സ്പൈൻ ഇമേജിങ് എടുക്കാന്നുള്ള രീതിയിൽ MRI സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ കേസിലേക്ക് പോകുന്ന സമയത്താണ് അച്ഛൻ പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള കൺസൾട്ടന്റ് അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നോക്കിയത്. വെള്ളം കൊടുത്തതും ഫസ്റ്റ് സിപ്പ് അവൻ എടുത്തതും ഹൈഡ്രോഫോബിയ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞത് ഇതൊരു പാരാലിറ്റിക് റേബീസ് ആവാനുള്ള സാധ്യതയെ പറ്റി. അപ്പം ഞങ്ങൾ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ഒരു ബൈറ്റിന്റെ ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല. 5 മാസം മുമ്പിട്ട് അവന്റെ വീട്ടിന്റെ മുമ്പിൽ ഇവൻ എല്ലപ്പോഴും കളിക്കുന്ന സ്ഥലത്ത് ഒരു സ്ട്രേ ഡോഗ് ഉണ്ടായിരുന്നു. ഇവന് കാലില് മുറിവേറ്റപ്പോൾ ആ ഡോഗ് വന്ന് കാലിൽ ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനത് വീട്ടിലും പറഞ്ഞില്ല. ആ വൂണ്ട് ഉണങ്ങി. ആ സ്ട്രേ ഡോഗിനെ നെക്സ്റ്റ് 2 days കഴിഞ്ഞപ്പോൾ അവനെ കാണാനില്ലായിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം സോഴ്സ്, നമുക്ക് ഉറപ്പില്ല. അതായിരിക്കാം സോഴ്സ്, വേറൊരു ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇത് ഡയഗ്നോസ് കൺഫേം ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റെഫർ ചെയ്തു. അവർ കുട്ടിയെ എടുത്ത് CMC വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. കുട്ടിയെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ റെസ്പിറേറ്ററി വീക്ക്നെസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. വെന്റിലേറ്ററിലാകി. വിത്തിൻ ഫ്യൂ ഡേയ്സിൽ അവർ CSFും സലൈവയും PCR അയച്ചപ്പോൾ റേബീസ് പോസിറ്റീവായി വന്നിട്ടുണ്ടായിരുന്നു. 1 week കഴിയുമ്പോഴത്തേക്കും കുട്ടിയെ നമുക്ക് ലോസ്റ്റായി. ആ അച്ഛൻ്റെ അമ്മേൻ്റെയും ഏക മകനായിരുന്നു. കല്യാണം കഴിഞ്ഞ ആൾമോസ്റ്റ് 8 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. ഈ കേസ് ഞാനിപ്പോൾ പറയാൻ കാരണം, ഇന്നലെ ഒരു അമ്മമ്മയും ചെറുമകനും എമർജൻസിയിൽ വന്നു. ചെറുമകനെ ഒരു പട്ടി കടിച്ചു. അവർ എമർജൻസിയിൽ കൊണ്ടുവന്നു. അവർക്ക് TT മാത്രം മതി. റാബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറല്ല. എനിവേ, എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, റാബിഡ് ആയിട്ടുള്ള അനിമൽസ്, ചിലപ്പോൾ അത് പട്ടിയാവാം, പൂച്ചയാവാം, അവ ബൈറ്റ് ചെയ്യാണ്, അവ നിങ്ങളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഏരിയ സോപ്പിൻ്റെ വെള്ളം ഉപയോഗിച്ച് കണ്ടിന്യൂസ് റണ്ണിങ് വാട്ടറിൽ ഒരു 15 to 20 minutes വാഷ് ചെയ്യണം. ദാറ്റ് ഈസ് ദ മെയിൻ ആൻഡ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ കൊണ്ടുപോകുക. അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വലിയ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അവിടെയുള്ള ഡോക്ടറെ കണ്ടിട്ട് ലെറ്റ് ദം ഡിസൈഡ് ദ കാറ്റഗറി ഓഫ് വൂണ്ട്, ലെറ്റ് ദം ഡിസൈഡ് ദ മെഡിക്കേഷൻസ്. റേബീസ് വന്നു കഴിഞ്ഞാൽ 100% മരണപ്പെടും. 100%. ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഇത്രത്തോളം ക്യാഷ് ചിലവഴിച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. അതിലാണ് റേബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരിക്കലും വാക്സിൻ എടുക്കാതെ പോകരുത്. വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% പ്രിവെൻറ്റബിളുമാണ്. എനിവേ, താങ്ക് യു.